ഭഗവാന് അർപ്പിക്കുന്ന തുളസിയുടെ മഹിമയെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ? ഒരു ദരിദ്ര കർഷകൻ എന്നും ചീര പറിച്ച് വിറ്റു കുടുംബം പോറ്റി വന്നു. അയാൾ പോകുന്ന വഴിയിൽ എന്നും ഒരു മുനി ഭഗവാന് തുളസി കൊണ്ട് അർച്ചന ചെയ്യുന്നത് കണ്ട് തനിക്കും എന്തെങ്കിലും ഭഗവാന് വേണ്ടി ചെയ്യണമെന്ന് ചിന്തിച്ചുകൊണ്ട് പോകുമായിരുന്നു. ഒരിക്കൽ അയാൾ വയലിൽ ചീര മുറിച്ചുകൊണ്ടിരിക്കുമ്പോൾ തുളസിച്ചെടി കണ്ടപ്പോൾ അത് പറിച്ച് ചീരയോടൊപ്പം കെട്ടി മുനിയുടെ ആശ്രമത്തിലേക്ക് കൊണ്ടുപോയി. എന്നാൽ ആ ചീരയോടൊപ്പം ഒരു കരിനാഗവും ഉണ്ടായിരുന്നു എന്നത് അയാൾ അറിഞ്ഞില്ല. ആ കർഷകന്റെ പിറകിൽ രാഹു ഭഗവാൻ നിന്നുകൊണ്ടിരുന്നു. രാഹുവിനോട് മുനി എന്തിനാണ് ആ ദരിദ്രനെ പിന്തുടരുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ രാഹു പറഞ്ഞു, ഇന്ന് ഇയാൾ സർപ്പദംശനം ഏറ്റുമരിക്കേണ്ടതാണ്. എന്നാൽ എന്നും ഇല്ലാതെ ഇന്ന് ഇയാളുടെ തലയിൽ അത്ഭുതമായി ഭഗവാന്റെ പ്രിയമായ തുളസി ഉള്ളതിനാൽ ഇയാളെ എനിക്ക് സ്പർശിക്കാൻ കഴിയുന്നില്ല. കർഷകനെ ഓർത്ത് കരുണ വന്ന മുനി ചിന്തിച്ചു, എത്ര ആഗ്രഹത്തോടെയാണ് ഇയാൾ നമ്മുടെ പൂജയ്ക്ക് തുളസി പറിച്ചുകൊണ്ടുവന്നത്. കർഷകനെ രക്ഷിക്കാൻ മുനി ആഗ്രഹിച്ചു. രാഹുവേ, അവനെ നീ സ്പർശിക്കാതിരിക്കാൻ എന്തെങ്കിലും പരിഹാരമുണ്ടോ എന്ന് മുനി ചോദിച്ചു. അപ്പോൾ രാഹു പറഞ്ഞു, സ്വാമി, നിങ്ങൾ ഇത്രയും കാലം പൂജ ചെയ്ത പുണ്യത്തിന്റെ ഫലം ആ ദരിദ്രന് കൊടുത്താൽ അവന്റെ ദോഷങ്ങൾ ഇല്ലാതെ ആകും. അങ്ങനെ ആ മുനി തന്റെ വർഷങ്ങളുടെ പുണ്യം ആ ദരിദ്രന് ദാനമായി കൊടുത്തു. അത് കിട്ടിയപ്പോൾ രാഹു ഭഗവാൻ അദൃശ്യനായി, കൂടാതെ കരിനാഗവും അപ്രത്യക്ഷമായി. മുനി ആ കർഷകനോട് പറഞ്ഞു, നിങ്ങൾ ഇനി എന്നും തുളസി പറിച്ചുകൊണ്ടുവരണം. ഭഗവാനു വേണ്ടി ചെയ്ത ഈ ചെറിയ സേവ തന്നെ ഒരു വലിയ ആപത്തിൽ നിന്ന് രക്ഷിച്ചതോർത്ത് ദരിദ്ര കർഷകൻ സന്തോഷിച്ചു. ഒരു ചെറിയ തുളസി പോലും ഭഗവാന്റെ കൃപയാൽ ജീവൻ രക്ഷിക്കും എന്നതിനുള്ള ഉദാഹരണമാണിത്.